സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 4 ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെമ്മിലുള്ള ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓഫ് കേരളം അപ് ടു 12th സെഞ്ച്വറി CE എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സിനെ കുറിച്ചാണ്. The second type of evidence of the prehistoric cultures in Kerala is the rock arts found in the rock shelters like Edakkal, Tovari, Marayur, Tenmala and Ankod. അപ്പോൾ രണ്ടാമത്തെ തരത്തിലുള്ള, അതായത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന മറ്റു സോഴ്സാണ് ഏത്? ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സോഴ്സാണ് റോക്ക് ഷെൽട്ടേഴ്സ്. പ്രധാനപ്പെട്ട റോക്ക് ഷെൽട്ടേഴ്സുള്ള സ്ഥലങ്ങളാണ്, അതായത് ഗുഹകൾ, കൊത്തുലിഖിതങ്ങളും പെയിൻറ്റിങ്ങുകളും അടങ്ങിയ ഗുഹകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എടക്കൽ, തൊവാരി, മറയൂർ, തെന്മല ആൻഡ് ആങ്കോട്. എടക്കൽ, തൊവാരി എന്നിവ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലെ മറയൂർ, തെന്മല കൊല്ലം ജില്ലയിലെ തെന്മല, തിരുവനന്തപുരം ജില്ലയിലെ ആങ്കോട് എന്നിവയാണ് പ്രധാനപ്പെട്ട സൈറ്റുകൾ. All these rock arts belong to different cultural phases including Mesolithic, Neolithic, Iron Age and Early Historic. ഇതൊക്കെ തന്നെ മെസോലിത്തിക്, നിയോലിത്തിക്, അയൺ ഏജ്, ഏർലി ഹിസ്റ്റോറിക് എന്നീ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന സോഴ്സുകളാണ്. ദ റോക്ക് ആർട്ട് ഓഫ് കേരളം ഈസ് കംപ്രൈസ്ഡ് ഓഫ് പെട്രോഗ്ലിംസ് ആൻഡ് പെയിൻറ്റിങ്സ്. ഈ റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെ തന്നെ ശിലാലിഖിതങ്ങളും പെയിൻറ്റിങ്ങുകളും അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രീഹിസ്റ്റോറിക് പെട്രോഗ്ലിഫ് സൈറ്റാണ് എടക്കൽ. അതായത് ശിലാലിഖിതങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറഞ്ഞാൽ എടക്കലാണ്. പെയിൻറ്റിങ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റ് ഇടുക്കി ജില്ലയിലെ മറയൂരുള്ള ഗുഹയാണ്, റോക്ക് ഷെൽട്ടറാണ്. ഇനി എടക്കലിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. എടക്കൽ കേവ് വാസ് ഡിസ്കവേർഡ് ആൻഡ് റിപ്പോർട്ടഡ് ബൈ ഫ്രൂഡ് ഫോക്കട്ട്, Superintendent of British Police in Malabar in 1894. 1894 ബ്രിട്ടീഷ് പോലീസിലെ സൂപ്പറിൻറ്റൻഡൻ്റ് ആയിരുന്ന ഫ്രെഡ് ഫോക്കട്ടാണ് എടക്കൽ കേവ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അമ്പുകുത്തിമല അമ്പലവയൽ നിയർ കൽപ്പറ്റ ഇൻ വയനാട് ഡിസ്ട്രിക്ട്. It's a natural rock shelter with prehistoric engravings and early historic inscription which shows the continuous occupation of the people in the rock shelter from the prehistoric to the early historic period. വയനാട്ടിലെ അമ്പലവയലിലുള്ള അമ്പുകുത്തി മലയിൽ, അതായത് കൽപ്പറ്റയ്ക്കടുത്ത അമ്പലവയലിലുള്ള അമ്പുകുത്തി മലയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു നാച്ചുറൽ റോക്ക് ഷെൽട്ടറാണ്. ഇതിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ എൻഗ്രാവിങ്സ്, കൊത്തുലിഖിതങ്ങളുണ്ട്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? കണ്ടിന്യൂസ് ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ റോക്ക് ഷെൽട്ടർ ഫ്രം ദ പ്രീ ഹിസ്റ്റോറിക് ടു ഏർലി ഹിസ്റ്റോറിക് പീരീഡ്. അതായത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽ ഏർലി ഹിസ്റ്റോറിക് കാലഘട്ടം വരെ ഈ ഒരു റോക്ക് ഷെൽട്ടർ അതുവരെയുള്ള ജനത ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് കിട്ടുന്നത്. എടക്കൽ കേവ് ഈസ് ഫോംഡ് നാച്ചുറലി വെൻ വൺ ഹ്യൂജ് ബൗണ്ടർ ഗെറ്റ്സ് വെഡ്ജ് ബിറ്റ്വീൻ ദ ടു ബിഗർ വൺസ്. രണ്ട് വലിയ കല്ലുകൾക്കിടയിലുള്ള ഒരു ചെറിയ കല്ല്, അതുകൊണ്ടാണ് ഇതിനെ എടക്കൽ കേവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് കല്ലുകൾക്കിടയിലുള്ളത് എന്നതിൻ്റെ അർത്ഥമാണിത്. ദ നെയിം എടക്കൽ ഇറ്റ്സെൽഫ് മീൻസ് എ സ്റ്റോൺ ഇൻ ബിറ്റ്വീൻ. അത് ഒരു കല്ല്, രണ്ട് കല്ലുകൾക്കിടയിലുള്ള ഒരു കല്ല് എന്ന് സൂചിപ്പിക്കാനാണ് എടക്കൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. The archaeological potential of the site was first noticed by Fouquet during his visit to the site from 1894 to 1896. 1894ലും 96നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഫൂക്കറ്റ് ഈ ഒരു സൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. He recognized the anthropological and historical importance of the site. According to Fouquet, the carvings represent human and animal figures and objects for human use and symbols, chiefly sun and fire symbols. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതിലുള്ള കാവിങ്സ്, കൊത്തുപണികൾ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും രൂപങ്ങളാണ്. അതുപോലെ മനുഷ്യൻ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ രൂപങ്ങൾ, അവരുടെ സിമ്പിൾസൊക്കെയാണ് കാണിക്കുന്നത്.
പ്രധാനമായിട്ടും സിമ്പിൾസിൽ സൺ ആൻഡ് ഫയർ, സൂര്യൻ്റെയും തീയിൻ്റെയും ചിഹ്നങ്ങളുണ്ട്. ഇപ്പം നിയോലിത്തിക് സൈറ്റുകളുടെ കൊത്തുപണികളുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ഈ ഗുഹയെ നിയോലിത്തിക് മനുഷ്യരുടെ ആവാസ കേന്ദ്രമായിട്ട് തിരിച്ചറിയാണ് ചെയ്യുന്നത്. A few Neolithic cells were also discovered in the cave. Fawcett published the report entitled Notes on the Rock Carvings in Edakal Cave, Wayanad in 30th volume of the Indian Antiquary, a journal of Oriental Research in 1901. ആയിരത്തി 1901 ദ ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന ജേർണൽ ഓഫ് ഓറിയൻ്റൽ റിസർച്ചിൻ്റെ 30ാം വാല്യത്തിൽ വയനാട്ടിലെ എടക്കൽ ഗുഹയിലെ കൊത്തുപണികളെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. The important features of this cave is petroglyphs or engravings on the granite walls. ഇത് ശിലാലിഖിതങ്ങളാണ്, ശിലകളിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് ഈ ഒരു കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുപോലെ അത് ഗ്രാനൈറ്റ് ശിലകളാണ്. The carvings are found on the left and right walls of the cave. Fawcett noticed that the most interesting features of the engravings are the frequent human figures with a peculiar headdress. ഗുഹയുടെ ഇടത്തും വലത്തും ചുമരുകളിൽ കൊത്തുപണികളുണ്ട്. കൊത്തുപണികളുടെ ഏറ്റവും രസകരമായ സവിശേഷത ഒരു പ്രത്യേക ശിലാവസ്ത്രത്തോടു കൂടിയ മനുഷ്യൻ്റെ രൂപങ്ങൾ ഇതിൽ കാണാൻ പറ്റും. The depiction consists of human figure with a headdress, a back view, a human figure with an elaborate headdress, a tall human figure with a headgear, a female figure, figures of masked dancers, an elephant, a wild dog, a peacock and couple of wild dogs, plants and flowers, a human figure with a long hand shaped like a jar, a wheeled cart and a few geometric signs. ഗുഹകളിൽ കാണുന്ന ചിത്രീകരണത്തിൽ ശിരോവസ്ത്രം ധരിച്ച മനുഷ്യൻ്റെ രൂപം, അതുപോലെ പുറത്തുള്ള കാഴ്ചകളുടെ രൂപം, ശിരോവസ്ത്രമുള്ള ഉയരമുള്ള മനുഷ്യൻ്റെ രൂപം, ഒരു സ്ത്രീ രൂപം, മുഖംമൂടി ധരിച്ച നർത്തകരുടെ രൂപം, ആന, കാട്ടുപട്ടി, മയില്, ദമ്പതികൾ ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന രൂപങ്ങൾ, അതുപോലെ കാട്ടുനായ്ക്കളും ചെടികളും പൂക്കളും, നീണ്ട കൈയുള്ള ഒരു മനുഷ്യരൂപം, ഒരു ചക്രവണ്ടി, കൂടാതെ കുറച്ച് ജാമിതീയ അടയാളങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഒരു കൊത്തുലിഖിതങ്ങളിൽ ഉണ്ടായിരുന്നു. The carved pictures seem to be symbolic of Neolithic society in transition. The discovery of the megalithic in the surrounding valleys of the cave also signed the formation of the Iron Age and early historic society at Ambalavayal. The presence of early historic inscription in the cave confirmed such a transition. The cave carries 3 sets of inscription in Tamil Brahmi of the 2nd and 3rd century CE, Grantha from 5th century CE, and early Vatteluthu inscription of the 5th to 6th century CE. കൊത്തിയെടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിയോലിത്തിക് സമൂഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പ്രതീകമാണെന്ന് തോന്നുന്നുണ്ട്. ഗുഹയുടെ ചുറ്റുമുള്ള താഴ്വരകളിൽ മെഗാലിത്തുകളുടെ കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഇത് അമ്പലവയലിൽ ഇരുമ്പ് യുഗത്തിൻ്റെയും ആദ്യകാല ചരിത്ര സമൂഹത്തിൻ്റെയും രൂപീകരണത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഗുഹയിലെ ആദ്യകാല ചരിത്ര ലിഖിതങ്ങളുടെ സാന്നിധ്യം അത്തരമൊരു പരിവർത്തനത്തെ കാണിക്കുന്നതാണ്. CE 2-3 നൂറ്റാണ്ടുകളിൽ കിട്ടിയിട്ടുള്ള തമിഴ് ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ള 3 സെറ്റ് ലിഖിതങ്ങൾ, അതുപോലെ CE 5-ാം നൂറ്റാണ്ടിൽ കിട്ടിയിട്ടുള്ള ഗ്രന്ഥ ലിഖിതങ്ങൾ, 5-6 നൂറ്റാണ്ടിൽ കിട്ടിയിട്ടുള്ള വട്ടെഴുത്ത് ലിഖിതങ്ങൾ, ഇതൊക്കെ തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് ഇതൊക്കെ തന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്?
ഈ ഒരു കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് ഈ ഒരു കൊത്തുലിഖിതങ്ങളിൽ, അതായത് എടക്കലിലെ കൊത്തുലിഖിതങ്ങളിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലാണെന്ന് കരുതപ്പെടുന്ന തമിഴ് ബ്രഹ്മി ലിഖിതങ്ങളും 5-ാം നൂറ്റാണ്ടിലുള്ളതാണെന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥ ലിഖിതങ്ങളും 5-6 നൂറ്റാണ്ടിലുള്ളതാണെന്ന് കരുതപ്പെടുന്ന വട്ടെഴുത്ത് ലിഖിതങ്ങളും ഈ എടക്കൽ കേവിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഇനി ഇവിടെ ഫോർ അഡീഷണൽ റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ട് മാത്രം, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ഇനി നമുക്ക് മറയൂർ പെയിൻറ്റിങ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എസ് പത്മനാഭൻ തമ്പി റിപ്പോർട്ടഡ് ദ റോക്ക് ആർട്ട് സൈറ്റ്സ് അറ്റ് മറയൂർ ഇൻ അഞ്ചനാട് വാലി, Idukki district in 1975. There are 3 rock shelters at different sites of Anjanadu Valley, viz. Kudakadu, Pallanadu, Chambakadu. They are also known as Elutthala, the cave of pictures, and Atthala, the shelter of gods. എസ് പത്മനാഭൻ തമ്പി 1975 ഇടുക്കി ജില്ലയിലെ അഞ്ചനാട് താഴ്വരയിലെ മറയൂരിലെ റോക്ക് ആർട്ട് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തു. കുടക്കാട്, പള്ളനാട്, ചമ്പക്കാട് എന്നിങ്ങനെ അഞ്ചനാട് താഴ്വരയുടെ വിവിധ സ്ഥലങ്ങളിൽ 3 ശിലാശാലകളുണ്ട്. അവ എഴുത്താല അഥവാ ചിത്രങ്ങളുടെ ഗുഹ, അട്ടാല അഥവാ ആടുകളുടെ അഭയകേന്ദ്രം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. The entire surface of shelter is covered by paintings and engravings of horses, bulls, elephants with and without mahouts, seats, saints like human beings with arms raised, impressions of palms, seemingly auspicious symbols, ritual dances and ceremonial scenes. കൂടക്കാട് ഷെൽട്ടറിൻ്റെ ഉപരിതലം മുഴുവൻ കുതിരകൾ, കാളകൾ, ആനകൾ, പാപ്പാന്മാരുള്ളതും ഇല്ലാത്തതുമായത്, മനുഷ്യരെ പോലെ ഇരിക്കുന്ന സന്യാസിമാർ, കൈകൾ ഉയർത്തി നിൽക്കുന്ന രൂപങ്ങൾ, ഈന്തപ്പനകളുടെ മുദ്രകൾ, മംഗളകരമായ ചിഹ്നങ്ങൾ, നർത്തകർ, ആചാരപരമായുള്ള രംഗങ്ങൾ, ഇവയൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള പെയിൻറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. ചുവപ്പ് ഓക്രേ കളറിലുള്ള, അതുപോലെ ചാരനിറത്തിലുള്ള, പിങ്ക് കലർന്ന ബഫ് നിറത്തിലുള്ള, കുങ്കുമ നിറത്തിലുള്ള, അതുപോലെ തവിട്ട് കലർന്ന മഞ്ഞ നിറത്തിലുള്ള ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. കന്നുകാലികൾ, അണ്ണാന്, ആന സവാരിക്കാർ, 3 മനുഷ്യരൂപങ്ങൾ, ഇതൊക്കെ തന്നെ ഈ പെയിൻറ്റിങ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എതിർദിശകളിലേക്ക് മുകളിലേക്ക് കാളയുടെ രൂപം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പള്ളനാടിൻ്റെ ശിലാപാഠശാലയുടെ പെയിൻറ്റിങ്ങുകൾ വെള്ള നിറത്തിലും പ്രധാനമായും സീലിങ്ങിലാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റോക്ക് ഷെൽട്ടറിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 400ഓളം റോക്ക് പെയിൻറ്റിങ്ങുകളുണ്ട്. പ്രധാന ചിത്രങ്ങൾ ഇവയാണ്. ഏതൊക്കെ? മനുഷ്യരൂപങ്ങൾ, സവാരിക്കാർ ഉള്ളതും ഇല്ലാത്തതുമായുള്ള ആനകൾ, പക്ഷികൾ, യുദ്ധരംഗങ്ങൾ, ചിഹ്നങ്ങൾ, ബോട്ട് പോലുള്ള ചിഹ്നങ്ങൾ, ജാമിതീയ രൂപകൽപ്പനകൾ, ചെടികൾ, ഇവയൊക്കെ തന്നെ ഈ പിക്ചേഴ്സിൽ വരുന്നുണ്ട്. ചമ്പക്കാടുള്ള 3ാമത്തെ ഷെൽട്ടറിന് പാർശ്വഭിത്തിയിൽ പെട്രോഗ്രാഫ് ഉണ്ട്, അതായത് കൊത്തലിഖിതങ്ങളുണ്ട്, ശിലകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. വെളുത്ത നാരങ്ങ പോലുള്ള പിഗ്മെൻറ്റിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളാണ് ചിത്രങ്ങളായിട്ടുള്ളത്. S.P. Thambi ascribed the cattle, antelope and horse to the Mesolithic, the human figures to the Neolithic, Chalcolithic, and the armed rider of elephant to early historic. In short, the images of these shelters belong to 3 successive cultural phases in Kerala: Mesolithic, Neolithic and Iron Age. S. പത്മനാഭൻ തമ്പി കന്നുകാലി, ഉറുമ്പ്, കുതിര എന്നിവയെ മധ്യശിലായുഗത്തിലേക്കും മനുഷ്യരൂപങ്ങളെ നിയോലിത്തിക്, ആൽക്കോലിത്തിക് കാലഘട്ടത്തിലേക്കും ആനയുടെ സായുധ സവാരിയെ ആദ്യകാല ചരിത്രത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട്.
ചുരുക്കത്തിൽ ഈ അഭയകേന്ദ്രത്തിൻ്റെ ചിത്രങ്ങൾ കേരളത്തിലെ തുടർച്ചയായ 3 സാംസ്കാരിക ഘട്ടങ്ങളെ കാണിക്കുന്ന ചിത്രങ്ങളായിരുന്നു. മെസോലിത്തിക്, നിയോലിത്തിക്, ഇരുമ്പുയുഗം തുടങ്ങി വിവിധ കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഈ ഒരു അഭയകേന്ദ്രത്തിൽ ഉള്ളത്. ഇനി നമുക്ക് തെന്മല എന്ന അഭയകേന്ദ്രത്തെക്കുറിച്ച് നോക്കാം. Tenmala rock shelter situated at the foot of Chendurni Hill at Tenmala in Kollam district in another important prehistoric rock shelter with carvings. P. Rajendran discovered a few Mesolithic implements and wood charcoal samples. The charcoal samples were dated and according to him, the prehistoric human occupation had existed at Tenmala till 3000 BC. കൊല്ലം ജില്ലയിലെ തെന്മലയിലെ ചെന്തുരുണി മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന തെന്മല റോക്ക് ഷെൽട്ടർ കൊത്തുപണികളുള്ള മറ്റൊരു ചരിത്രാതീത ശിലാപാഠശാലയാണ്. പി. രാജേന്ദ്രൻ ഏതാനും മെസോലിത്തിക് ഉപകരണങ്ങളും മരക്കരി സാമ്പിളുകളും കണ്ടെത്തിയിട്ടുണ്ട്. ദ ചാർക്കോൾ സാമ്പിൾസ് വർ ഡേറ്റഡ് ആൻഡ് അക്കോർഡിംഗ് ടു ഹിം the prehistoric human occupation had existed at Tenmala in 3000 BC. There are few geometric patterns like triangles, circles and squares besides a flower motif. The spoke-like marks in circle resembles a wheel. The carvings are similar to that of Edekal. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രാതീത മനുഷ്യ അധിനിവേശം BC 3000 വരെ തെന്മലയിലുണ്ടായിരുന്നു. പൂക്കളുടെ രൂപത്തിന് പുറമെ ത്രികോണങ്ങൾ, വൃത്തങ്ങൾ, ചതുരങ്ങൾ എന്നിവ പോലുള്ള ജാമിതീയ പാറ്റേണുകൾ ഉണ്ടായിരുന്നു. വൃത്തത്തിലെ സ്പോക്ക് പോലുള്ള അടയാളങ്ങൾ ഒരു ചക്രത്തോട് സാമ്യമുള്ളതാണ്. കൊത്തുപണികൾ എടക്കലിനേത് സമാനമായിട്ടുള്ളതാണ്. മെഗാലിത്തിക് ടൈപ്പോളജി ആൻഡ് അസംബ്ലേജസ്. എന്താണ് മെഗാലിസ് എന്ന് നോക്കാം. The megaliths are the foremost archaeological evidence of the ancient history of Kerala. They are the large stone structures or monuments built by Iron Age and early historic society to commemorate their ancestors. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവുകളാണിത് മെഗാലിത്തുകൾ. ഇരുമ്പുയുഗവും ആദ്യകാല ചരിത്ര സമൂഹവും അവരുടെ പൂർവികരുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച വലിയ ശിലാഘടനകളോ സ്മാരകങ്ങളോ ആണ് മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ. The term megalith is derived from the two Greek words mega and lithos. Mega means big and lithos means stone. Thus megalith means big stone. മെഗാലിത്ത് എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഏതൊക്കെയാണ്? മെഗ ആൻഡ് ലിത്തോസ്. മെഗ എന്നാൽ വലുത്, ലിത്തോസ് എന്നാൽ കല്ല് എന്നാണ് അർത്ഥം. വലിയ കല്ല്, മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ വലിയ കല്ല് എന്നുള്ളതാണ്. The term megalith was coined by Algernon Herbert, a British antiquarian. They are the foremost material evidence to study the Iron Age of Peninsular India in general and Kerala in particular. ബ്രിട്ടീഷ് പൗരാണികനായിട്ടുള്ള ആൽജർനോൺ ഹെർബർട്ട് ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. പെനിൻസുല ഇന്ത്യയുടെ പെനിൻസുല ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇരുമ്പുയുഗം പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് മെഗാലിത്തിക് മോണുമെൻറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. J. Babington, a British antiquarian, initiated the study of megaliths in India in 1819 with excavation of a cluster of burials in Kozhikode district of colonial Malabar. He didn't use the term megalith to mention the monument, and instead he described the monument in its local term Pandu Kulis or Pandu Kuri. 1819 കൊളോണിയൽ മലബാറിലെ കോഴിക്കോട് ജില്ലയിൽ ശ്മശാനങ്ങളുടെ ഒരു കൂട്ടം ഉത്ഖനനം നടത്തിയ ബ്രിട്ടീഷ് പൗരാണികനായിട്ടുള്ള ജെ ബാബിങ്ടണ് ഇന്ത്യയിലെ മെഗാലിത്തുകളെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നുണ്ട്. ഈ സ്മാരകങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മെഗാലിത്തിക് എന്ന പദം ഉപയോഗിച്ചിരുന്നില്ല. പകരം അദ്ദേഹം സ്മാരകത്തെ അതിൻ്റെ പ്രാദേശിക പദമായിട്ടുള്ള പാണ്ഡുകൂലീസ് അഥവാ പാണ്ഡുക്കുഴി എന്നൊരു പദമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. മെഗാലിത്സ് contained mortal remains and personal belongings of the dead person. The available
archaeological evidence has shown that there were two types of burial practices in megalithic period in South India: primary burial and secondary burial. മെഗാലിത്തുകളിലെ മൃതശരീരങ്ങളും മരിച്ച വ്യക്തിയുടെ സ്വകാര്യ വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. പുരാവസ്തുക്കളിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് കാലഘട്ടത്തിലെ 2 തരം ശ്മശാന രീതികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും: പ്രാഥമിക ശ്മശാനവും ദ്വിതീയ ശ്മശാനവും. The primary or extended burial type contained the complete human skeleton of the dead person who was buried along with the person belongings like the potteries, metal implements and objects, semi-precious stone beads, etc. പ്രാഥമികം അല്ലെങ്കിൽ വിപുലമായ രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ പൂർണ്ണമായ മനുഷ്യ അസ്ഥികൂടം അടങ്ങിയതാണിത്. മാത്രമല്ല മൺപാത്രങ്ങൾ, ലോഹ ഉപകരണങ്ങൾ, അവരുപയോഗിച്ച വസ്തുക്കൾ, ശിലാമുത്തുകളൊക്കെ തന്നെ ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ടാവും. അത്തരം സംസ്കാരങ്ങൾ തമിഴിലെ അതിച്ചനെല്ലൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് അത്തരം സംസ്കാരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. Such types of burial have been reported from Adichanallur in Tamil Nadu and so far not discovered from Kerala. The secondary of fractional burial types contains bone fragments of the dead person. The megalithic society cremated the dead body or disposed the body to decay. The bone fragments contained in the fractional burial collected either from the disposed or cremated contexts. The secondary burials are mainly reported from Kerala. അപ്പോൾ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ തമിഴ്നാട്ടിലെ അതിച്ചനെല്ലൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുവരെ അത്തരത്തിലുള്ളത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ദ്വിതീയം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ശ്മശാന രീതി എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ അസ്ഥിശകലങ്ങൾ അടങ്ങിയതാണ്. മഹാശിലാ സമൂഹം ഒന്നുകിൽ മൃതദേഹം ദഹിപ്പിക്കുകയോ മൃതദേഹം ജീർണമാക്കുകയോ ചെയ്യും. ഈ ജീർണിച്ചതോ സംസ്കരിച്ചതോ ആയ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ദ്വിതീയ രീതിയിലുള്ള ശ്മശാന രീതി എന്ന് പറയുന്നത്. അസ്ഥിശകലങ്ങൾ അല്ലെങ്കിൽ ദഹിപ്പിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടക്കം ചെയ്യുന്ന രീതി. മറ്റേത് അസ്ഥി അങ്ങനെ തന്നെ, അതായത് ഒന്നാമത്തെ പ്രാഥമിക രീതിയിൽ അസ്ഥി പൂർണ്ണമായിട്ടാണെങ്കിൽ ഇതിൽ ദഹിപ്പിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ജീർണിക്കാൻ വിട്ടതിൻ്റെയോ ബാക്കി ഭാഗമാണ് എന്ത് ചെയ്യുക, അടക്കം ചെയ്യുന്നത്. The different types of megaliths in Kerala like rocket sepulchre, cist, dolmen, stone circle, urn, sarcophagus, menhir, etc. The first 3 types are confined to the North Malabar. കേരളത്തിലെ കൊടക്കല്ല്, തൊപ്പിക്കല്ല്, പാറയിൽ വെട്ടിയ ശവകുടീരം, സിസ്റ്റ്, ഡോൾമന്, സ്റ്റോൺ സർക്കിള്, ഏണ്, അതുപോലെ സാർക്കോഫാഗസ്, മെൻഹിർ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശവമടക്ക് രീതികളുണ്ട്. ഇതിൽ ആദ്യത്തെ 3 അതായത് കൊടക്കല്ല്, തൊപ്പിക്കല്ല്, റോക്കറ്റ് സെഫൾച്ചർ ഇവയാണ്, അതായത് പാറ വെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ശവകുടീരം. ഇവയാണ് വടക്കൻ മലബാറിൽ സുപരിചിതമായിട്ടുള്ളത്. ദർ ഈസ് നോ കൺസെൻസസ് റിഗാർഡിംഗ് ദ ക്രോണോളജി ഓഫ് മെഗാലിത്സ് ഓഫ് കേരളം ബേസ്ഡ് ഓൺ ദ പോർക്കളം ആൻഡ് മങ്ങാട് എക്സ്കവേഷൻ. B.K. Thapar ascribed a period between 4th to 3rd century BC, 1st century CE to megaliths of Kerala. Generally, the period between 1000 BC to 500 CE is considered the period of megaliths of Kerala. കേരളത്തിലെ മെഗാലിത്തുകളുടെ കാലഗണന സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു തെളിവില്ല. പോർക്കളം, മങ്ങാട് തുടങ്ങിയ ഉത്ഖനനങ്ങളെ അടിസ്ഥാനമാക്കി 4 മുതൽ 3 വരെയുള്ള നൂറ്റാണ്ടുകൾക്കും CE 1-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണെന്ന് B.K. താപ്പറെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ BC 1000 മുതൽ 500 വരെയുള്ള കാലഘട്ടം കേരളത്തിലെ മെഗാലിത്തുകളുടെ കാലഘട്ടമാണെന്ന് ഏകദേശം അനുമാനിക്കുന്നുണ്ട്. Typology of megaliths. Megaliths of Kerala are mainly made by using laterite stone, granite rock and terracotta. The megaliths in laterite include umbrella stone,
capstone, rocket sepulchre and stone circles. These typologies are unique in Kerala and mainly distributed in northern district including Thrissur, Palakkad, Malappuram, Kozhikode, Kannur and Kasaragod. The megaliths in granite include schist, dolmens, stone circles, menhirs etc. which are found in almost all parts of Kerala. The urn and sarcophagi were made in terracotta and had no lithic association. Since its size is huge, it is termed as megalith. മെഗാലിത്തുകളുടെ ടൈപ്പോളജി നോക്കുമ്പോൾ കേരളത്തിലെ മെഗാലിത്തുകൾ പ്രധാനമായിട്ടും ലാറ്ററൈറ്റ് കല്ല്, ഗ്രാനൈറ്റ് പാറ, ടെറാക്കോട്ട എന്നിവ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലാറ്ററൈറ്റിലെ മെഗാലിത്തുകളിൽ കുടക്കല്ല്, ക്യാപ്സ്റ്റോണ്, പാറയിൽ വെട്ടിയ ശവകുടീരം, ശിലാവൃത്തങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പോളജികൾ കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള ശിലകളുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കാണപ്പെടുന്നത്. ഗ്രാനൈറ്റ് മെഗാലിത്തുകളിൽ സിസ്റ്റ്, ഡോൾമന്, സ്റ്റോൺ സർക്കിൾ, മെൻഹിർ ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അവ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഏണ്, സാർക്കോഫാഗി ഇവയൊക്കെ തന്നെ ടെറാക്കോട്ടയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ ലിത്തിക്കല്ല, അതായത് കല്ലുമായിട്ട് ബന്ധമില്ല. അതിൻ്റെ വലുപ്പം വളരെ കൂടുതലായതുകൊണ്ട് അതിനെ മെഗാലിത്തിക് സ്മാരകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കൊടക്കല്ലിനെ കുറിച്ച് നോക്കാം. കൊടക്കൽ, എ യുണീക് മെഗാലിത്തിക് ടൈപ്പോളജി ഓഫ് കേരളം, ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ഇറ്റ്സ് ഷേപ്പ് ലൈക്ക് an umbrella. The local people termed it Kodakkal, means umbrella stone. It made of a huge laterite stone block and has two parts. The laterite block in semicircular or convex shape with a flat bottom in upper part and 3 or 4 stone blocks placed upright in the lower part. കേരളത്തിൻ്റെ തനത് മെഗാലിത്ത് ടൈപ്പോളജി ആയിട്ടുള്ള കുടക്കലിന് കുടയുടെ ആകൃതിയിൽ നിന്നാണ് ആ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ആ നാട്ടുകാർ കൊടക്കൽ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വലിയ ലാറ്ററൈറ്റ് കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. അർദ്ധവൃത്താകൃതിയിലോ കുത്തനെയുള്ളതുമായിട്ടുള്ള പാറകൾ, അതിൻ്റെ മുകളിൽ മറ്റൊരു പാറ, ഒരു ലാറ്ററൈറ്റ് പാറ വെച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണിത്. 3-4 കൽക്കെട്ടുകളും നിവർന്നു നിൽക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ വടക്കു ഭാഗത്താണ് ഈ ഒരു ഇനത്തിലുള്ള കല്ലുകൾ കാണപ്പെടുന്നത്. തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കുടക്കല്ലുകൾ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അരിയന്നൂരിലും ചേരമനങ്ങാടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുടക്കല്ലുകളുടെ ഒരു കൂട്ടം സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുടക്കൽ ഓഫ് പേരാമ്പ്ര ആൻഡ് ആനക്കര were excavated and unearthed typical Iron Age and early historical burial assemblages including black and red ware, red slipped ware, black ware, bronze objects, iron objects and bone fragments. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലെ കൊടക്കൽ, പാലക്കാട് ജില്ലയിലെ അണക്കര എന്നിവിടങ്ങളിൽ ഉത്ഖനനം നടത്തി ഇരുമ്പ് യുഗത്തിലെയും കറുപ്പും ചുവപ്പും നിറഞ്ഞ അല്ലെങ്കിൽ ചുവപ്പിനോട് സാമ്യമുള്ള കറുപ്പ് പാത്രങ്ങൾ, അതുപോലെ കറുപ്പ് പാത്രങ്ങൾ, വെങ്കല വസ്തുക്കൾ, ഇരുമ്പ് വസ്തുക്കൾ, അസ്ഥി കഷ്ണങ്ങൾ ഇവയുൾപ്പെടെയുള്ള ആദ്യകാല ചരിത്രപരമായ ശ്മശാന രൂപങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. These types are found in many parts of the above mentioned districts. Tirurangadi and Vaidirangadi in Malappuram district, Pambirikunnu and Atholi in Kozhikode district, Adupputtippara, Velam and Karivallur in Kannur district etc. are examples. There is another distinct type of Kodakkal found at Pattarkulam near Manjeri, Malappuram district, which is made with laterite in bottom part and granite stone slab in upper part. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, വൈദ്യരങ്ങാടി, കോഴിക്കോട് ജില്ലയിലെ പാമ്പിരിക്കുന്ന്, അത്തോളി, കണ്ണൂർ ജില്ലയിലെ അടുപ്പൂട്ടിപ്പാറ, വേളം, കരിവള്ളൂർ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുടക്കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത പട്ടർക്കുളത്ത് മറ്റൊരു പ്രത്യേകതരം കുടക്കല്ലുണ്ട്. അടിഭാഗം ലാറ്ററൈറ്റും മുകൾ ഭാഗത്ത് കരിങ്കലും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കുടക്കല്ലാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്.
ഇനി നമുക്ക് എന്താണ് തൊപ്പിക്കൽ എന്ന് നോക്കാം. Topical is another megalith made of laterite stone block in the semi-circular shape placed above the surface on a huge urn containing burial assemblages. The only visible part on the surface is capstone and it is seen as toppi, cap on the head. The local people termed topical or capstone. Babington, who termed it Pandukulis, excavated a capstone at Chattaparamba near Farouk, Kozhikode district, and unearthed fresh insights on the megalith period of South India. A cluster of topical has been protected at Cheramangadu in Thrissur by the Archaeological Survey of India. ടൊപ്പിക്കൽ എന്നത് ലാറ്ററൈറ്റ് കല്ലുകൊണ്ട് നിർമ്മിച്ച മറ്റൊരു മെഗാലിത്താണ്. ആകൃതിയിൽ ഉപരിതലത്തിന് മുകളിൽ ശ്മശാനത്തിൻ്റെ കൂട്ടങ്ങൾ അടങ്ങിയ കൂറ്റൻ പാത്രങ്ങൾ സ്ഥാപിക്കും. ഉപരിതലത്തിൽ കാണാവുന്ന ഒരേയൊരു ഭാഗം തൊപ്പിക്കല്ലാണ്. തലയിൽ തൊപ്പി പോലെ കാണപ്പെടുന്നതുകൊണ്ട് നാട്ടുകാർ, ആ പ്രദേശത്തുള്ള ആൾക്കാർ അതിനെ തൊപ്പിക്കൽ എന്ന പേര് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1819 അതിനെ അവിടെ ഉദ്ഖനനം നടത്തിയ ബാബിങ്ടൺ പാണ്ഡുകൂലീസ് എന്ന് വിളിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്തുള്ള ചാത്തപ്പറമ്പിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കല്ല് ഉദ്ഖനനം ചെയ്യുകയും ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊപ്പിക്കല്ലിൻ്റെ ഒരു കൂട്ടം തൃശ്ശൂർ ജില്ലയിലെ ചേരമനങ്ങാടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി റോക്കറ്റ് സെഫൾച്ചറാണ് നമുക്ക് പറയാനുള്ളത്. Rocket sepulchre is a megalithic monument carved out in laterite plateau, hillock and its slope. There are two types of sepulchres, single chamber and multi-chambers. The single chamber has a porthole at the top covered with a stone lid or pillar at the center. The multi-chamber rocket sepulchres have a well-finished and decorated square or arc-shaped entrance covered with a stone dome. ലാറ്ററൈറ്റ് പീഠഭൂമിയിലും കുന്നിലും അതിൻ്റെ ചെരുവുകളിലും കൊത്തിയെടുത്ത രീതിയിൽ ഒരു മെഗാലിത്തിക് സ്മാരകമുണ്ട്. അതാണ് റോക്കറ്റ് സെഫൾച്ചർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2 തരത്തിലുള്ള ശവകുടീരങ്ങളുണ്ട്, സിംഗിൾ ചേംബറും മൾട്ടി ചേംബറും. സിംഗിൾ ചേംബറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കൽത്തൂണും മധ്യഭാഗത്ത് ഒരു തൂണുണ്ടായിരിക്കും. മൾട്ടി ചേംബർ ശവകുടീരങ്ങൾ നന്നായിട്ട് പൂർത്തിയാക്കിയതും അലങ്കരിച്ചതുമായിട്ടുള്ള ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ കമാനാകൃതിയിലുള്ള ഒരു പ്രവേശന കവാടത്തോട് കൂടിയതായിരിക്കും. അപ്പോൾ ഈ പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരു നീണ്ട പാത ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള പ്ലാറ്റ്ഫോമിൽ കല്ലുകൊണ്ടുള്ള ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശ്ശൂർ ജില്ലയിലെ പോർക്കളം, കണ്ടാണശ്ശേരി, കാസർഗോഡ് ജില്ലയിലെ ഉമ്മിച്ചിപ്പോയിൽ എന്നിവിടങ്ങളിൽ പാറ മുറിച്ച ഇത്തരത്തിലുള്ള ഗുഹകൾ ഉദ്ഖനനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരം സ്മാരകങ്ങൾ ധാരാളമായിട്ട് കാണപ്പെട്ടിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇനി എന്താണ് സ്റ്റോൺ സർക്കിൾസ് എന്ന് നോക്കാം. ദ സ്റ്റോൺ സർക്കിൾസ് ഓർ കൽവളയം ഈസ് എ മെഗാലിത്തിക് ബറിയൽ മോണുമെന്റ് type in South Indian megaliths. In Kerala, both rough granite boulders and well-finished laterite stone slabs in the upright position were found. The laterite stone circle is unique feature of northern part of Kerala, but the stone circle with the granite boulders is found in almost all parts of Kerala. Cis burials, urns and rocket chambers are usually found inside the circle. For instance, the stone circle at Naduvil has a rocket chamber inside. Both rocket chambers and urns found inside the laterite stone circle at Anakara. Some circles with a transept cis made of granite occur in Ambalavayal and Ambuguthi in Wayanad. ദക്ഷിണേന്ത്യൻ മെഗാലിത്തുകളുടെ ഒരു മെഗാലിത്ത് ശ്മശാന സ്മാരകമാണിത്. കല്ല് അല്ലെങ്കിൽ വൃത്തം അല്ലെങ്കിൽ കൽവലയം. കേരളത്തിലെ 2 പരുക്കൻ ഗ്രാനൈറ്റ് പാറകളും
നേരായ സ്ഥാനത്ത് നന്നായി പൂർത്തിയാക്കിയ ലാറ്ററൈറ്റ് ശിലാഫലകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ടുള്ള വൃത്തം കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. കരിങ്കല്ല് കൊണ്ടുള്ള വൃത്തം കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. പാത്രങ്ങൾ, പാറ മുറിച്ച അറകൾ എന്നിവ സാധാരണയായിട്ട് ഈ സിസ്റ്റ് ശ്മശാനങ്ങളും പാത്രങ്ങൾ, പാറ മുറിച്ച അറകളൊക്കെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരും. കണ്ണൂരിലെ നടുവിൽ എന്ന സ്ഥലത്തുള്ള ഈ ഒരു കല്ല് വൃത്തത്തിൻ്റെ ഉള്ളിൽ പാറ മുറിച്ച അറയുണ്ട്. അണക്കരയിലെ ലാറ്ററൈറ്റ് കല്ല് വൃത്തത്തിനുള്ളിൽ പാറക്കഷ്ണങ്ങളും കല്ലുകളും കാണപ്പെടുന്നുണ്ട്. വയനാട്ടിലെ അമ്പലവയലിലും അമ്പുകുത്തി മലയിലും ഒക്കെ തന്നെ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ, സ്റ്റോൺ സർക്കിളിൻ്റെ ഉള്ളിൽ പാറ മുറിച്ച അറയും കാണപ്പെടുന്നുണ്ട്. ഇനി എന്താണ് സിസ്റ്റ് ബറിയൽ എന്ന് നോക്കാം. സിസ്റ്റ് ബറിയൽസ് വിച്ച് ആർ മെയ്ഡ് ഓഫ് 4 granite slabs placed vertically in rectangular and buried in the ground are very common to the South Indian megaliths. It has portholes in the east-west direction and is often covered with a door. This type occurs in the highland areas where the granite is profusely available. Cyst burials are largely reported from Idukki, Wayanad and Palakkad district. Such burials were excavated by the Archaeological Survey of India at Kadanad in Kottayam and discovered a large number of iron implements and potteries. ചതുരാകൃതിയിൽ ലംബമായി സ്ഥാപിച്ച നിലത്ത് കുഴിച്ചിട്ട 4 ഗ്രാനൈറ്റ് സ്ലാബുകൾ കൊണ്ട് നിർമ്മിച്ച ശ്മശാനങ്ങളെയാണ് സിസ്റ്റ് ശ്മശാനങ്ങൾ എന്ന് പറയാം. ദക്ഷിണേന്ത്യൻ മെഗാലിത്തുകളിൽ വളരെ സാധാരണമായിട്ടുള്ളതാണ് ഇത്തരം ശ്മശാനങ്ങൾ. ഇതിന് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ തുറമുഖ ദ്വാരങ്ങളുണ്ട്. പലപ്പോഴും ഒരു വാതിൽ കൊണ്ട് മൂടിയിട്ടുണ്ടാവും. കരിങ്കല്ല് ധാരാളമായി ലഭ്യമാകുന്ന ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് സിസ്റ്റ് ശ്മശാനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോട്ടയത്തെ കടനാട്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഉത്ഖനനത്തിൽ ഇത്തരം ശ്മശാനങ്ങളിൽ നിന്ന് ധാരാളം ഇരുമ്പ് ഉപകരണങ്ങളും മൺപാത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി ഡോൾമൻ എന്താണെന്ന് നോക്കാം. Dolmen are very similar to cyst burial. The cyst was buried in the land and the dolmens were placed above the surface and covered with a flat roof. According to D. Morgan, it is a burial chamber in which people of late Neolithic times or later buried their persons of importance. The mortal remains and burial goods are placed inside the chamber. Both fractional and extended burial types are found inside the dolmens of South India. In case of Kerala, only fractional burials have been reported so far. The local people termed this type a Muniyara, the chamber in which saints have resided. This is only a myth and does not have historical importance. This type occurs largely in the granite highlands of Thrissur, Palakkad, Idukki and Wayanad district of Kerala. Marayur in Idukki district, one of the major dolmen sites of Kerala. Many sites are found in surrounding locale of Edakal cave in Wayanad. ഇനി എന്താണ് ഡോൾമെൻസ് എന്ന് നോക്കാം. സിസ്റ്റ് ശ്മശാനവുമായിട്ട് വളരെ സാമ്യമുള്ളതാണ് ഡോൾമെൻ. ഡോൾമെൻസ് സിസ്റ്റ് ഭൂമിയിൽ കുഴിച്ചിടുകയും ഡോൾമെനുകൾ ഉപരിതലത്തിന് മുകളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനുള്ള വ്യത്യാസമേ ഉള്ളൂ. പരന്ന മേൽക്കൂര കൊണ്ട് മൂടുകയും ചെയ്യുന്നുണ്ട് അതിനെ. ഡി മോർഗൻ്റെ അഭിപ്രായത്തിൽ നിയോലിത്തിക് കാലത്തെ ആളുകൾ അവരുടെ പ്രാധാന്യമുള്ള വ്യക്തികളെ അടക്കം ചെയ്ത ഒരു ശ്മശാന അറയാണ് ഇത് ഡോൾമെൻസ്. അപ്പോൾ മനുഷ്യ ശരീരങ്ങളും ശ്മശാന വസ്തുക്കളും അറയ്ക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഡോൾമെൻസിനുള്ളിൽ പ്രൊഫഷണൽ എക്സ്റ്റൻഡ് ശ്മശാനങ്ങൾ, അതായത് ദ്വിതീയവും പ്രാഥമികവുമായ ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിലുള്ള ശ്മശാനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സന്യാസിമാർ വസിച്ചിരുന്ന മുറിയായിട്ടുള്ള മുനിയറകളുണ്ട്. ഈ പ്രദേശവാസികൾ അതിനെ മുനിയറ എന്ന് വിളിച്ചു. ഇതിന് ചരിത്രപരമായ പ്രാധാന്യം ഒന്നും ഇല്ല എങ്കിലും അതിനെ മുനിയറ എന്ന പേരിലാണ് വിളിച്ചിട്ടുള്ളത്. കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി, വയനാട് ജില്ലകളിലെ ഗ്രാനൈറ്റ് ഉയർന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഡോൾമെൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഡോൾമെൻ സൈറ്റാണ്. വയനാട്ടിലെ എടക്കൽ ഗുഹയുടെ പരിസരത്ത് ഡോൾമെൻസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മെൻഹിർസിനെ കുറിച്ച് നോക്കാം.
menhirs which is known as Nadukkal, Pulachikkal, Ottakkal, etc. is another monument found all over South India. It's a huge stone piece placed vertically in commemoration of warriors or heroes who died on battlefield. Some of them carry the images of warriors and some others are not. In Kerala, both granite and laterite menhirs were found. A huge laterite menhir is reported from Tirunavaya in Malappuram district. ദക്ഷിണേന്ത്യയിലുടനീളം കാണപ്പെടുന്ന മറ്റൊരു സ്മാരകമാണ് നടുക്കല്ല്, പുലച്ചിക്കല്ല്, ഒറ്റക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്ന മെൻഹിർസുകൾ. യുദ്ധക്കളത്തിൽ വീരമൃത്യു വരിച്ച യോദ്ധാക്കളുടെയോ വീരന്മാരുടെയോ സ്മരണയ്ക്ക് വേണ്ടി ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ കഷ്ണം കല്ലാണ് എന്ത് മെൻഹിർസ് എന്ന് പറഞ്ഞാൽ. അവയിൽ ചിലത് യോദ്ധാക്കളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതാണ്, മറ്റു ചിലത് അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിൽ ഗ്രാനൈറ്റ്, ലാറ്ററൈറ്റ് തുടങ്ങിയ കല്ലുകൾ കൊണ്ടാണ് മെൻഹിറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ നിന്ന് ഒരു വലിയ ലാറ്ററൈറ്റ് കല്ലിലുള്ള മെൻഹിർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഏൺ ബറിയൽ എന്ന് പറഞ്ഞാൽ? ഏൺ ബറിയൽ എന്ന് പറഞ്ഞാൽ ശവമടക്കുന്ന രീതിക്കാണ് പറയുന്നത്. ഏൺസ് ആർ ദ ടിപ്പിക്കൽ മെഗാലിത്തിക് ബറിയൽ found all over South India. It's a handmade and purely baked huge terracotta pot with a thick rim and pointed toe. It was buried in a pit and inside the pot, the megalithic builders filled sand or soil and placed all burial goods above this sand or soil bed. The urns excavated at Anakara and this type of sand bed, it is often covered with a lid made of terracotta or stone. It occurs singly or in the clusters and as part of their burial types like cyst, dolmen, stone circles and capstone. Local people termed urn burials by different names such as Nannangadi, Anjandikudam, Mudumakkathali, etc. This is the major burial type accidentally explored in large numbers from all parts of Kerala. ദക്ഷിണേന്ത്യയിലുടനീളം കാണപ്പെടുന്ന സാധാരണ മെഗാലിത് ശ്മശാന രൂപങ്ങളാണ് ഇത്. കട്ടിയുള്ള വരയോടുകൂടിയ കൈകൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ടെറാക്കോട്ട പാത്രങ്ങളെയാണ് അൺബറിയൽസ്, അതായത് ഈ ഒരു ഭരണികൾ എന്ന് പറയുന്നത്. അൺബറിയൽസ് എന്ന് പറഞ്ഞാൽ ഭരണികളിൽ അടക്കം ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഴിയിലും പാത്രത്തിനുള്ളിലും കുഴിച്ചിട്ടു, അതായത് ഒരു വലിയ ഭരണിക്കുള്ളിൽ ശവമടക്കുന്ന രീതിയാണിത്. മണലോ മണ്ണോ നിറച്ച എല്ലാ ശ്മശാന വസ്തുക്കളും ഈ മണലിനോ മണ്ണിനോ മുകളിൽ സ്ഥാപിക്കും. അണക്കരയിൽ നിന്ന് കുഴിച്ചെടുത്ത ഇത്തരത്തിലുള്ള ഭരണികളിൽ നിന്ന് മണലിൻ്റെ തട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ടെറാക്കോട്ട അല്ലെങ്കിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ലിഡ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഭരണികൾ. ഇത് ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ സിസ്റ്റർ, ഡോൾമൻ, സ്റ്റോൺ സർക്കിൾ, ക്യാപ്സ്റ്റോൺ തുടങ്ങിയ ശ്മശാനങ്ങളുടെ ഭാഗമായിട്ടോ ആയിട്ട് നിർമ്മിക്കാറുണ്ട്. നന്നങ്ങാടി, അഞ്ചനാടിക്കൂട്ടം, മുതുമക്കത്താഴി എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഏൺ ബറിയൽസ് ഉണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏൺ ബറിയൽസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് സാക്രോഫാഗസ് എന്ന് നോക്കാം. ഇതൊരു മറ്റൊരു ശ്മശാന രീതിയാണ് അല്ലേ. ദ സാക്രോഫാഗസ് അനദർ ബറിയൽ ടൈപ്പ് ഈസ് എ ടെറാക്കോട്ട കഫിൻ. ഇറ്റ് ഈസ് ഫൗണ്ട് അലോൺ ദ അസോസിയേഷൻ വിത്ത് അനദർ ടൈപ്സ് ലൈക്ക് ഡോൾമൻ, സിസ്റ്റ് ആൻഡ് റോക്കറ്റ് ചേമ്പേഴ്സ്. This type is not very common to the megaliths of Kerala but is largely found in Tamil Nadu. A few numbers have been found in Perungulam and Puttakammal in Thrissur and small legged sarcophagus from the rocket chamber at Farok, Chevayur and Koilandi in Kozhikode district. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ സാക്രോഫാഗസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ശ്മശാന രൂപമാണ് അല്ലേ. ടെറാക്കോട്ടയിലുള്ള ശവപ്പെട്ടിയാണ്. ഇത് ഒറ്റയ്ക്കും ഡോൾമൻ, സിസ്റ്റ്, റോക്കറ്റ് ചേമ്പറുകൾ എന്നിവയോട് ചേർന്നിട്ടും നിർമ്മിക്കാറുണ്ട്. ഇത് കേരളത്തിലെ മെഗാലിത്തുകളിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. തമിഴ്നാട്ടിലാണ് കൂടുതലായി കാണുന്നത്. കേരളത്തിലെ തൃശ്ശൂരിലെ പെരുങ്കുളം, കട്ടക്കാമ്പൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, ചേവായൂർ, കൊയിലാണ്ടി എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സർക്കോഫാഗസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഗ്രേവ് ഗുഡ്സ്.
എന്തെല്ലാമാണ് ഈ ഗുഹകളിൽ നിന്നെല്ലാം മെഗാലിത്തിക് ശ്മശാനങ്ങൾ കണ്ടു കിട്ടുമ്പോൾ അതിനുള്ളിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. മെഗാലിത്സ് ആർ യൂഷ്വലി എൻക്ലോസ്ഡ് ഗ്രേ ഗുഡ്സ് വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4: പോട്ടറീസ്, മെറ്റൽ ഒബ്ജക്ട്സ് ആൻഡ് ടൂൾസ്, ബീഡ്സ്, ബോൺ ഫ്രാഗ്മെൻറ്റ്സ്. അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള എന്തൊക്കെയാണ്? പോട്ടറീസ് കണ്ടെത്തി, മൺപാത്രങ്ങൾ, കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ റെഡ് സ്ലിപ്ഡ് വെയർ മൺപാത്രങ്ങൾ, ബ്ലാക്ക് വെയർ, റോസറ്റ് കോട്ടഡ് പെയിൻറ്റഡ് വെയർ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള മൺപാത്രങ്ങൾ എവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഈ ശ്മശാനങ്ങളുടെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എന്താ കണ്ടെത്തിയത്? മെറ്റൽ ഒബ്ജക്ട്സ് ആൻഡ് ടൂൾസ്, ലോഹവസ്തുക്കളും ഉപകരണങ്ങളും കണ്ടെത്തി. എന്തൊക്കെയാണ്? അയൺ സ്പിയർ ഹെഡ്, നീഫ്, ഡാഗർ, ആരോ ഹെഡ്, സോഡ്, ചിസൽ, ട്രിഡൻറ്റ്, ആക്സ്, പ്ലഫ്ഷെയർ, സിക്കിള്, ഹാങ്ങിങ് ലാമ്പ്, ട്രൈപോഡ്, ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രോൺസ് യൂട്ടൻസിൽസ് ആയിട്ടുള്ള, അതുപോലെ ബ്രോൺസിൻ്റെ യൂട്ടൻസിൽസ്, ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഇതൊക്കെ അരിപ്പ, നടുവിൽ എന്നീ സൈറ്റുകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള കുന്തമുന, കത്തി, കടാര, അമ്പ്, വാള്, ഉളി, ത്രിശൂലം, മഴു, കലപ്പ, അരിവാള്, തൂക്കുവിളക്ക്, ട്രൈപോഡ്, ഇവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വെങ്കല പാത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഈ സ്വർണ്ണാഭരണങ്ങൾ അരിപ്പ, നടുവിൽ തുടങ്ങിയ സൈറ്റിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി എന്താ കണ്ടെത്തിയത്? ബീഡ്സ് ആണ്. സെമി പ്രീഷ്യസ് സ്റ്റോൺ ബീഡ്സ്, കാർണീലിയൻ, എച്ച്ഡ് കാർണീലിയൻ, ക്വാഡ്സ്, അമത്തിസ്റ്റ്, സ്റ്റീറ്റൈറ്റ്, ബെറൈൽ, എക്സെട്ര, ആൻഡ് ഗ്ലാസ് ബീഡ്സ് ഫ്രം വെരി ഫ്യൂ സൈറ്റ്സ് ലൈക്ക് പെരിങ്ങത്തൂർ, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ പോലുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് മുത്തുകൾ, അതുപോലെ വിലയേറിയ കല്ലുമുത്തുകൾ, കാർലേനിയം മുത്തുകൾ, കൊത്തുപണികൾ, ക്വാഡ്സ്, അമേത്തിസ്റ്റ്, സ്റ്റീറ്റൈറ്റ് പോലുള്ള കല്ലുകളിലുള്ള കല്ലുകളിലുള്ള കൊത്തുപണികൾ, ഇവയൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബോൺ ഫ്രാഗ്മെൻറ്റ്സ്, അസ്ഥിശകലങ്ങൾ, ബോത്ത് ഫ്രം ദ എക്സ്പോസ്ഡ് ആൻഡ് ക്രിമേഷൻ കണ്ടക്ട്സ്. The burial goods collected from Kerala are highly weathered and largely damaged. This is due to heavy rainy seasons, undulated topography and continuous human occupation of the land. കേരളത്തിലുള്ള ശ്മശാനങ്ങളിലെ അവശിഷ്ടങ്ങൾ നാശത്തിന് കാരണമായിട്ടുണ്ട്. കാരണം എന്താ? കാലാവസ്ഥാ വ്യതിയാനം, കനത്ത മഴക്കാലം, കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതുകൊണ്ട് ഭൂമിയുടെ തുടർച്ചയായ മനുഷ്യ അധിനിവേശം, ഇതൊക്കെ തന്നെ ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിട്ടുണ്ട്. ഇനി പോട്ടറിയെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.